യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിൻ്റെ അവസാന ദിവസമാണിന്ന്. കഴിഞ്ഞൊരു മാസക്കാലം ദൈവം നൽകിയ എല്ലാ സമയത്തിനും അവസരത്തിനും നൽകിയ ഓരോ അനുഗ്രഹത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നുമൊക്കെ രക്ഷിച്ച, സംരക്ഷിച്ച, കാത്തുപരിപാലിച്ച ഒത്തിരി അനുഭവങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ മാസം. ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്. വചനത്തിലൂടെ ദൈവം അനേകരോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവവചനത്തിലൂടെ ഭവനത്തിനകത്ത്, വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് ദൈവീകമായ അടയാളങ്ങൾ, വെളിപ്പെടുത്തലുകൾ, ദൈവം നൽകിയ വിടുതലുകൾ ഒക്കെയും അനുഭവിച്ചവരും സ്വീകരിച്ചവരും ധാരാളമാണ്. കഴിഞ്ഞ മാസം വചനം പുതിയതായി കേട്ടവരുണ്ട്, അയച്ചു കൊടുത്തവരുണ്ട്. എല്ലാവരും എല്ലാ അർത്ഥത്തിലും സ്വർഗത്തിലെ ദൈവം സമൃദ്ധമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ്. കഴിഞ്ഞ മാസങ്ങളിൽ വചനം കേട്ട എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവവചനം അയച്ചു കൊടുത്ത എല്ലാവരെയും ഓർത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവതി യുവാക്കളെയും ദൈവവചനത്തിലൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഓരോന്നോരോന്നായി സ്വർഗത്തിലെ ദൈവം സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രതീക്ഷയോടെ ആയിരിക്കാം, പ്രാർത്ഥനയോടെ ഈ വചനത്തെ നമുക്ക് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 20 വാക്യം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 20 വാക്യം. വരുവിൻ, നമുക്കവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു എന്ന് പറയുകയും ചെയ്യാം. അവൻ്റെ സ്വപ്നത്തിന് എന്തു സംഭവിക്കും എന്ന് കാണാമല്ലോ. ഇത് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ കുറിച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായ ഒരു ശബ്ദമാണ്. അവരുടെ പരസ്പരമുള്ള സംസാരമാണത്. നമുക്ക് സഹോദരനെ കൊന്നു കുഴിയിലെറിയാം, അവൻ്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാം. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വാക്യം വായിക്കുമ്പോൾ എന്തിനായിരിക്കും ഈ വചനം പറഞ്ഞത് എന്ന് ചിന്തിക്കും. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ കാര്യം ജീവിതത്തിൽ അനുഭവിക്കുന്നത്, ഇന്ന് അനുഭവിക്കുന്നത് ഒത്തിരി പ്രയാസമുള്ള കാര്യമാണേലും ആ പ്രയാസത്തെക്കുറിച്ച് പോലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ചെറുതായി കാണാനല്ല, ലഘൂകരിച്ച് കാണാനല്ല, നിസ്സാരമായി കാണാൻ പഠിപ്പിക്കുകയുമല്ല. അനുഭവിക്കുന്ന ഓരോരുത്തർക്കും അവരവരുടെ പ്രശ്നങ്ങൾ വലുതാണ്. എത്ര വലിയ പ്രശ്നവും പ്രതിസന്ധിയും ഒറ്റപ്പെടലുമാണേലും അതിൻ്റെ പിറകിലും ഒരു ദൈവീക പദ്ധതിയുണ്ട്. നിങ്ങൾ ജോസഫിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു യാത്ര ചെയ്താൽ, ജോസഫ് സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ആ അടിമ ജോലി ചെയ്യാൻ മറ്റൊരാളുകൾക്ക് വിറ്റു. വസ്ത്രം ഉരിഞ്ഞെടുത്ത് പൈസയ്ക്ക് പൈസ മേടിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തു. ഇതിൻ്റെ എല്ലാം പിറകിൽ ഒരു ദൈവപദ്ധതി ഇല്ലായിരുന്നോ? അതുകൊണ്ട് ഈ ജോസഫ് തകർന്നു പോവുകയാണോ ചെയ്തേ? ജോസഫ് ഒരു ഭരണാധികാരിയായി മാറിയെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ജോസഫ് ഒരു ഉന്നത ഭൗതികമായ വിധത്തിലും ആ വ്യക്തി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ ഓരോരുത്തരും നാളുകളിൽ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് കടന്നു പോകുന്ന വഴികൾ ഒത്തിരി പ്രയാസമുള്ളതാണേലും
രോഗപീഠകൾ, ഒറ്റപ്പെടൽ, സാമ്പത്തിക പ്രതിസന്ധി, വിശ്വാസത്തോടെ പറയുവാണ്, അതിൻ്റെ പിറകിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പ്രശ്നത്തിൻ്റെ അപ്പുറം ദൈവം എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ പ്രതിസന്ധിക്കപ്പുറം, ആ വേദനയ്ക്കപ്പുറത്ത്, ആ ഒറ്റപ്പെടലിൻ്റെ അപ്പുറത്ത്, ആ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഏകാന്തതയുടെയും മനോദുഃഖങ്ങളുടെയും അപ്പുറത്ത് ദൈവം എനിക്കൊരുക്കിയിട്ടുള്ള ഒരനുഗ്രഹമുണ്ട്. കടലിൻ്റെ അപ്പുറത്ത് ദൈവം ഒരുക്കിയ കാനാൻ ദേശം ഉണ്ടായിരുന്നു. ചെങ്കടലിൻ്റെ അപ്പുറത്ത് അനുഭവിച്ചത് മരുഭൂമിയും ചെങ്കടലും ഫറവോയുടെ പ്രതിസന്ധികൾ ഒക്കെയാണ്. പക്ഷെ അതിനപ്പുറത്തൊരു ദൈവം ഒരുക്കിയ കാനാൻ ദേശം ഉണ്ടായിരുന്നു. ജോസഫിൻ്റെ ജീവിതത്തിൽ എത്രയെത്ര സഹനങ്ങളും ഒറ്റപ്പെടലുകളും ഉണ്ടായി. പക്ഷേ അതിനപ്പുറത്ത് ദൈവം ഒരുക്കിയിരുന്ന ഒരു വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നു, വലിയൊരു ഉയർച്ചയുണ്ടായിരുന്നു, വലിയൊരു ഭാഗ്യമുണ്ടായിരുന്നു. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാകുന്നൊരു ഭാഗ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഒട്ടും കുറച്ച് കാണാനോ കേവലം ഒരു ആശ്വാസം പകരാനോ വേണ്ടി പറഞ്ഞതല്ല. ബൈബിളിലെ ഒരു സത്യമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും പിറകിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ദൈവീക പദ്ധതി ഉണ്ടായിരുന്നു. അത് മനസ്സിലാകുന്നത് കുറച്ച് കഴിഞ്ഞായിരിക്കും. അതിങ്ങനെയായിരിക്കും മനസ്സിലാകുക. ഈ പ്രതിസന്ധിക്കപ്പുറം, ഈ വേദനയ്ക്കപ്പുറം ദൈവം ഇങ്ങനെ ഒരു നന്മ ഒരുക്കി വച്ചിരുന്നല്ലോ എന്ന് ഒരു സാക്ഷ്യം പോലെ പറയുവാൻ ഇടവരുന്ന വിധത്തിൽ നാളുകളിൽ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നന്ദിയോടെ പ്രാർത്ഥിക്കുവാണ്. പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആ പ്രതിസന്ധിക്കപ്പുറത്ത് എന്തെല്ലാം മനുഷ്യൻ ഗൂഢാലോചന നടത്തിയാലും, എന്തെല്ലാം വിധത്തിൽ തകർക്കാൻ ശ്രമിച്ചാലും, ഏതെല്ലാം വിധത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും അതിനെയെല്ലാം ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് വിശ്വസിക്കുകയാണ്, ഈ പ്രതിസന്ധിയുടെ പിറകിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. ഈ ഒരു വെല്ലുവിളിയുടെ പിറകിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. ഇതിനപ്പുറത്ത് എനിക്കുള്ളൊരു അനുഗ്രഹമുണ്ടെന്ന് ഞാൻ ഇന്ന് കേട്ട വചനത്തിലൂടെ വിശ്വസിക്കാൻ പഠിക്കുന്നു. ഇതിനപ്പുറത്ത് എനിക്ക് ദൈവം ഒരുക്കിയ ഒരു അനുഗ്രഹമുണ്ട്. ഈ പ്രതിസന്ധിക്കപ്പുറത്ത് എനിക്ക് കാണാൻ കഴിയില്ല, എൻ്റെ മാനുഷികമായ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ കണ്ണുകൾക്ക് അത്രയും കാഴ്ചശക്തിയൊന്നുമില്ല. പക്ഷെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുകയാണ്, ഈ പ്രശ്നങ്ങൾക്കപ്പുറം ദൈവം എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കാനാൻ ദേശമുണ്ട്, ഒരു ഭൗതികമായ നന്മയുണ്ട്, എനിക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ഐശ്വര്യമുണ്ട്. ഈ പ്രതിസന്ധിക്കപ്പുറത്ത് എനിക്കൊരു നന്മയുണ്ട്, ഒരു നല്ല കാലമുണ്ട്. ഇന്ന് പ്രത്യേകം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നാളെ മുതൽ ജൂൺ മാസം 1-ാം തീയതി ആരംഭിക്കുവാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ ഈ മാസം അവസാനം വരെ കൂടുതലായി പ്രാർത്ഥിക്കുന്നത് എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ്. സ്കൂള് തുറക്കുന്ന ആ സമയം എല്ലാ രാജ്യങ്ങളിലും, വിവിധ രാജ്യങ്ങളിൽ വിവിധ സാഹചര്യമാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്കും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഈ ഒരു മാസക്കാലം, നാളെ മുതലുള്ള 1-ാം തീയതി മുതലുള്ള ഈ ഒരു മാസം, ജൂൺ മാസം മുഴുവൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, പരിചയക്കാർ, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ, നിങ്ങൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് വിളിച്ചറിയിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് ഒരു പേപ്പറിൽ എഴുതി, എത്ര മക്കളാണോ അവരുടെ ഓരോരുത്തരുടെയും പേരുകൾ എഴുതി ഓരോ ദിവസവും കേൾക്കുന്ന വചനഭാഗത്ത് വയ്ക്കണം. എന്നിട്ട് എല്ലാ ദിവസവും വചനം പറയുമ്പോൾ, ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വചനത്തിലൂടെ എൻ്റെ മകനെ, എൻ്റെ മകളെ, എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. അവർ എത്തേണ്ടിടത്തെത്താൻ, വഴി തെറ്റിപ്പോകാതിരിക്കാൻ, ലക്ഷ്യത്തിലെത്താൻ, ദൈവത്തിലുള്ള ബന്ധത്തിൽ അവർ വളരാൻ, അവർ നിങ്ങൾക്കൊരനുഗ്രഹമാകാൻ
അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ് ജൂൺ മാസം. എല്ലാ പ്രിയപ്പെട്ടവരും, നാട്ടിലുള്ളവരുണ്ട്, നിങ്ങളിപ്പോൾ വിദേശത്തായിരിക്കും, നിങ്ങളുടെ നാട്ടിലുള്ളവർ ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിഞ്ഞു എന്ന് വരത്തില്ല. നിങ്ങൾ സാധ്യമായ എല്ലാവരോടും ഫോൺ വിളിച്ചോ, മെസ്സേജ് അയച്ചോ, ഷെയർ ചെയ്തോ ഈ കാര്യം അറിയിക്കുക. നിയോഗം ലഭിച്ചവരൊക്കെ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രതിസന്ധിക്കെല്ലാം അപ്പുറം ഈ പ്രതിസന്ധിയുടെ പിറകിൽ ഒരു ദൈവ പദ്ധതി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രതിസന്ധിക്കപ്പുറം എനിക്കൊരു അനുഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കാം, ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുക. കർത്താവേ, കഴിഞ്ഞ മാസം, ഈ മാസം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ മാതാപിതാക്കളെ, എല്ലാ യുവതി യുവാക്കൾ, എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്തു ദൈവത്തിന് നന്ദി പറയുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്നവർ മാത്രമല്ല, ഇത് അയച്ചു കൊടുക്കുന്നവർ, സ്റ്റാറ്റസ് ഇട്ടവർ, കേൾപ്പിച്ചവർ, ദിവസത്തിൻ്റെ പല പ്രാവശ്യം കേട്ടവർ, എഴുതി വച്ചവർ, സകലരെയും ഓർത്ത് ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വ്യക്തികളെ അങ്ങ് അനുഗ്രഹിക്കണമേ, ഈ കുടുംബങ്ങളെ ആശീർവദിക്കണമേ, ഈ കുടുംബങ്ങളെ ദൈവികമായ ഇടപെടൽ കൊണ്ട് നിറയ്ക്കണമേ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയണമേ. കർത്താവ് അങ്ങയുടെ അത്ഭുതകരമായ കരങ്ങളിൽ ഇവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. കർത്താവെ, ഇവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. ഈ പ്രശ്നം ഇവരെ പൂർണ്ണമായും വിട്ടുമാറട്ടെ. ഈ പ്രതിസന്ധിക്കപ്പുറം ഒരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. കർത്താവെ, കാലാവസ്ഥയുടെ പ്രയാസങ്ങളിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുർമരണങ്ങളിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും എല്ലാ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ, സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം സമൃദ്ധമായി നൽകി നിങ്ങളെ മാനിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞൊരു മാസം വചനം കേട്ട് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നാളെ 1-ാം തീയതി മുതൽ മുടങ്ങാതെ വചനം കേൾക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ. ആമേൻ.